എന്താ ഇവിടെ? ഞാൻ സുമിത്ര ഒന്ന് കാണാനായി വന്നതാ. ബാങ്കിന്റെ നടയിൽ കുറച്ചു നേരം കാത്തുനിന്നു, കാണാൻ പറ്റിയില്ല. ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന സ്ഥിതിക്ക് ഇവിടെ കൂടി വന്നേക്കാന്ന് കരുതി. വേണ്ടിയിരുന്നില്ല. അതെന്താ സാർ അങ്ങനെ പറഞ്ഞ്? അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ഒരുപക്ഷെ പ്രസാദ് ഒന്നും ഓർക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എല്ലാ ഓർമ്മകളും തീക്കനൽ മാതിരി എന്റെ മനസ്സിൽ കിടക്കുക. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് സാർ, വിഷമമുണ്ട്. പക്ഷേ ഒരു വലിയ വേദനയിൽ നിന്നും സുമിത്ര എന്നെ മോചിപ്പിച്ചു. സുമിത്ര മരിച്ചുപോയി എന്ന വേദന. ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നപ്പോൾ ആ ഇരുണ്ട പുകമറയാണ് നീങ്ങിക്കിട്ടിയത്. അതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. കുറേ ദിവസമായി സുമിത്ര ഒന്ന് കാണണമെന്ന് വിചാരിക്കുക. വീട്ടിൽ പറഞ്ഞാൽ ആരും സമ്മതിച്ചെന്ന് വരില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്കാവൂ എന്നുള്ള പേടി. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ പോന്നു. സുമിത്ര ഒന്ന് കണ്ടാ മതി, ഒന്ന് വിളിക്കില്ലേ? അവൾ ഇവിടെ ഇല്ല. വീട്ടിലേക്ക് പോന്നെന്നാണ് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. എങ്കിൽ ഞാൻ നുണ പറയുകയാവും. അയ്യോ, അതല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. സംശയമുണ്ടെങ്കിൽ കയറി നോക്കൂ. വേണ്ട സാർ, സാറിന്റെ വാക്ക് എനിക്ക് വിശ്വാസമാണ്. എന്ന് ഞാൻ പ്രസാദ്, അടുത്ത 10-ാം തീയതി കോടതിയിൽ വരുമല്ലോ അല്ലേ? 10-ാം തീയതി കോടതിയിലോ? എന്തിനാ? അറിയാത്തതോ അതോ? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കോടതിയിൽ നിന്ന് ഒരു സമൻസ് അയച്ചിട്ടുണ്ട്, വിവാഹബന്ധം വേർപെടുത്തുന്നതിന്. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് കോടതിക്ക് അറിയണം. സുമിത്രയ്ക്ക് 100 വട്ടം സമ്മതം. എത്രയും വേഗം ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അവൾക്ക് പുതിയൊരു വിവാഹമൊക്കെ മിക്കവാറും നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ഡൈവേഴ്സിന് രേഖാമൂലം നിങ്ങൾ സമ്മതിച്ചാൽ അവൾക്കൊരു ജീവിതം കിട്ടും. അതിന് തയ്യാറായി ഒരാൾ വന്നിട്ടുണ്ട്. ആളെ പ്രസാദ് അറിയും. ദിലീപ്. അറിയില്ലേ ദിലീപിനെ? അറിയാം. നേരത്തെ അവർ ഒന്നിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യം. മരണത്തിന്റെ വക്കോളം എത്തി തിരിച്ചെത്തിയ അവൾക്ക് മുമ്പിൽ ദൈവമാണ് ദിലീപിനെ പോലൊരു യഥാർത്ഥ മനുഷ്യസ്നേഹിയെ എത്തിച്ചത്. ദിലീപിന്റെ ലീവ് തീരും മുമ്പ് വിവാഹം നടക്കണം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അടുത്ത 10-ാം തീയതിയാണ് കേസ്. സമൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണം സാർ. തെറ്റുകാരനാണ്, നിർദ്ദയനാണ്. പക്ഷേ ഞാൻ നുണ പറയില്ല. സമൻസ് ചിലപ്പോ വീട്ടിലാരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടാവും. എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ കാണിക്കാത്തതാവാം. വിഷയം ഡൈവേഴ്സ് ആയതുകൊണ്ട് എനിക്ക് വീണ്ടും വല്ല മാനസികാഘാതം ഉണ്ടായേക്കാം എന്ന ഭയം. സാരമില്ല സാർ, കോടതിയിൽ ഞാൻ വന്നോളാം. ഇതൊരു നല്ല ശിക്ഷയാണ്. ചെയ്ത തെറ്റുകൾക്ക് ഇതിലേറെ സൂട്ടബിളായ ഒരു ശിക്ഷയില്ല. ബന്ധം മുറിച്ചു മാറ്റുക. ആരോടും എനിക്ക് പരാതിയോ വിദ്വേഷവും ഇല്ല. ഞാൻ മൂലം ഇനി സുമിത്രയുടെ ഭാവിക്ക് ഒരു തടസ്സവും വരില്ല. പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ വിഡ്ഢിത്തം പറ്റി. ഒരു വിഡ്ഢിയുടെ സ്വപ്നം എന്ന് പറഞ്ഞാലും ശരിയാ. ഇനി അത് കേട്ടാ സാറിന് പോലും ചിരി വരും. ഹോസ്പിറ്റലിൽ ICUവിൽ ഞാൻ കിടക്കുമ്പോൾ സുമിത്ര എന്നെ കാണാൻ വന്നില്ലേ?
എന്നോട് സൗമ്യമായി കരുണയോടെ പെരുമാറിയില്ലേ? അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വലിയ തെറ്റുകൾക്ക് സുമിത്ര മാപ്പ് തന്നു. പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരം കൂടി സുമിത്ര തന്നേക്കുമെന്ന്. എന്തൊരു വിഡിത്തമായിരുന്നു അല്ലേ സാർ? അതെ, വിഡ്ഢിത്തമാണ്. മരണവുമായി മല്ലിടുന്ന ഒരു രോഗിയെ കാണാൻ മാത്രമാണ് അവൾ വന്നത്, അല്ലാതെ പണ്ട് കൂടെ ജീവിച്ച ആളെ കാണാനും മാപ്പ് തരാനും അല്ല. അതൊരിക്കലും സാധ്യമുള്ളതല്ലോ. അറിയാം സാർ, ഇപ്പൊ എല്ലാം വ്യക്തമായി. ഒന്ന് ഉറങ്ങി എണീറ്റാൽ മാഞ്ഞു പോകുന്നല്ലോ ഞാൻ സുമിത്രയോടും നിങ്ങളുടെ കുടുംബത്തോടും ചെയ്ത പാതകങ്ങൾ. സുമിത്ര, യമുന, ബാബു, എല്ലാ തകർച്ചകൾക്കും കാരണം ഞാൻ. എൻ്റെ ജീവൻ ഉപേക്ഷിച്ചാൽ പോലും ആ തകർച്ചകൾക്ക് പകരാവില്ലല്ലോ. ശരി, ഞാൻ പോട്ടെ സാർ. അടുത്ത 10-ാം തീയതിയുടെ പ്രാധാന്യം മറക്കില്ല. ഞാൻ തീർച്ചയായും കോടതിയിലെത്തിയിരിക്കും. സുമിത്ര എന്നിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യും. എന്നെ സാറിന് വിശ്വസിക്കാം. സുമിത്രയ്ക്കും. പ്രസാദ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതേക്കുറിച്ചൊക്കെ ഓർമ്മിക്കുകയും വിഷമിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. പ്രസാദ് ചെറുപ്പമാണ്. മുന്നിൽ ഇനി ഒരുപാട് കാലം ബാക്കിയുണ്ട്. സുമിത്രയെ പോലെ പ്രസാദിനും പുതിയൊരു ജീവിതം ഉണ്ടാവണം. സുമിത്ര, സ്റ്റോപ്പ് സ്റ്റോപ്പ്. സുമിത്രേ, ചെറിയൊരു ഭാഗ്യമുണ്ട് എനിക്ക്. അതാ സുമിത്ര ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞത്. ഞാൻ ബാങ്കിന് മുമ്പിൽ വന്നിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി. സുമിത്ര നേരത്തെ പോയി എന്നൊരാൾ പറഞ്ഞുകൊണ്ടാ ഇവിടേക്ക് വന്നത്. തമാശ നോക്കണേ, ഇവിടെ ഇല്ലായിരുന്നു. നിരാശനായി മടങ്ങുകയായിരുന്നു. അപ്പോഴാ പിന്നെ വീട്ടിൽ വെച്ച് സുമിത്ര കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, വളരെ നാളുകൾക്ക് ശേഷമാണ് കണ്ടതെങ്കിലും പഴയ മാതിരി തന്നെ അതേ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. തെറ്റിദ്ധരിക്കണ്ട, എന്നെ കുറ്റപ്പെടുത്തി തന്നെയാണ് ശങ്കർ സാർ സംസാരിച്ചത്. സാറ് പറഞ്ഞൊരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർമ്മകളെല്ലാം തീക്കനൽ മാതിരി സാറിൻ്റെ മനസ്സിലുണ്ടെന്ന്. സുമിത്രയുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. മറക്കരുത് സുമിത്ര, കഴിഞ്ഞതൊന്നും മറക്കരുത്. മറന്നാൽ ഞാൻ നിരപരാധിയാവും. എനിക്ക് ചേരാത്ത വേഷമാണത്. ഞാൻ അർഹിക്കാത്ത സൗജന്യം. അത് പാടില്ല. ഹോസ്പിറ്റലിൽ ഞാൻ മരിച്ചു പോയേക്കുന്നുള്ള അവസ്ഥയിൽ കിടക്കുമ്പോൾ സുമിത്ര വന്നില്ലേ? എന്നോട് 2 വാക്ക് സംസാരിച്ചില്ലേ? അതുപോലും ഞാൻ ഡിസർവ് ചെയ്യാത്ത. സത്യം പറയാലോ, സുമിത്രയുടെ സ്ഥാനത്ത് പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ
തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഇന്നത്തെ ഞാൻ, അതിനെന്താ പ്രസക്തി? ഒന്നുമില്ല. നത്തിങ്. പിന്നെ ആ നല്ല വാർത്ത ഞാൻ അറിഞ്ഞു. പണ്ട് ഞാൻ കുറെ സംശയിച്ചിരുന്ന ആളല്ലേ ദിലീപ്. ശങ്കരി സാർ ദിലീപിനെ വിശേഷിപ്പിക്കാൻ ഒരു നല്ല വാക്ക് ഉപയോഗിച്ചു: മനുഷ്യസ്നേഹി. ഞാനൊക്കെ ആ വാക്കിന്റെ അർത്ഥം അറിയാൻ ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. പിന്നെ 10-ാം തീയതി ഞാൻ കോടതിയിലെത്തണം അല്ലേ? നമ്മൾ തമ്മിലുള്ള ബന്ധം, ദാമ്പത്യ ബന്ധം, അത് അന്ന് കോടതി തരുന്ന രേഖയിൽ രണ്ടാൾ ഒപ്പിടുന്നതോടെ ഇല്ലാതാവും. എത്ര എളുപ്പത്തിൽ കാര്യം നടന്നു. പിന്നെ കേട്ട സുമിത്രേ, സമൻസ് എനിക്ക് കിട്ടിയില്ല. അമ്മയോ രമേശേട്ടനോ വാങ്ങിയിരിക്കും. ഇതുവരെ എന്നെ കാണിച്ചിട്ടില്ല. സാരമില്ല, വിവരങ്ങളൊക്കെ ഞാൻ ശങ്കർ സാറിന് അറിഞ്ഞല്ലോ. അപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി എത്ര നന്നായി അല്ലേ? നല്ല കാര്യങ്ങൾ ദൈവം തോന്നിക്കും. പിന്നെ കോടതിയിൽ ഞാൻ തീർച്ചയായും വരും കേട്ടോ. സുമിത്രയ്ക്ക് ഒരാശങ്കയും വേണ്ട. ഞാനിപ്പോ ആ പഴയ മുരടൻ എഞ്ചിനീയർ എന്നല്ല. ഒരുപാട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇനി ഞാൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കില്ല. ഓക്കെ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നല്ലേ? ഇനിയും സംസാരിച്ച് നേരം കളയുന്നില്ല. അപ്പോ 10-ാം തീയതി കാണാം. ആശംസകൾ.